അയോധ്യ രാമക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച വഴിപാടുകളിലും വിലപിടിപ്പുള്ള വസ്തുക്കളിലും വൻ ക്രമക്കേടും ഫണ്ട് തിരിമറിയും നടന്നതായുള്ള പരാതികളിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പുതിയ വെളിപ്പെടുത്തൽ. ക്ഷേത്രത്തിലെ ശേഖരത്തിൽ നിന്നും 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ കാണാതായതായും ഇവയുടെ യാതൊരുവിധ രേഖകളും ക്ഷേത്ര അധികൃതരുടെ പക്കലില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ കാണാതായതായി റിപ്പോർട്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ രാംലല്ലയ്ക്ക് സമർപ്പിച്ച ഈ വെള്ളിക്കട്ടകൾ ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. കാണാതായ വെള്ളിക്കട്ടകളെക്കുറിച്ച് കഴിഞ്ഞ 6 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിവരികയാണ്. എന്നാൽ ഇവ എവിടെയാണെന്നതിനെക്കുറിച്ച് ഇതുവരെ ഒരു സൂചന പോലും SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം. വെള്ളിക്കട്ടകളുടെ രസീതോ അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതോ എന്ന തെളിവുകളോ കണ്ടെത്താനായിട്ടില്ല. രാജ്യത്തുടനീളമുള്ള സ്വർണ്ണ-വെള്ളി വ്യാപാരികളുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ജുവലേഴ്സ് അസോസിയേഷനാണ് ഈ 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ നിർമ്മിച്ചത്. വെള്ളിക്കട്ടകൾ ശ്രീരാമ ജന്മഭൂമി തീർത്ഥാടന ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയതിന്റെ രസീത് തങ്ങളുടെ പക്കലുണ്ടെന്ന് ജ്വല്ലറി അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് രസ്തോഗി പറഞ്ഞു. എന്നാൽ ശിലാസ്ഥാപന ചടങ്ങുകളിലോ പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഈ വെള്ളിക്കട്ടകൾ കണ്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി രാംശങ്കർ യാദവ്, കൃഷ്ണദേവ് തിവാരി എന്നിവരെയും ബന്ധപ്പെട്ട 4 പൂജാരിമാരെയും SIT സംഘം ചോദ്യം ചെയ്തു. കാണാതായ വെള്ളിക്കട്ടകളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെയും വഴിപാടുകളുടെയും ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി മൊഴി നൽകി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.